ഹലോ, ഞാൻ പതിവ് പോലെ മീക്കുട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ചുമല പ്രകാശമേ. ഞാൻ ഇത് എന്താ സംഭവം, ഇവിടെയാണെങ്കിൽ ചുമലലായിട്ടൊന്നും ഇല്ലല്ലോ, ഇത് എവിടുന്ന് ഈ വെട്ടം വരുന്നതിന്. പിന്നെ മഞ്ഞുമൽ ബോയ്സിനകത്ത് പറയുന്നുണ്ടല്ലോ ദൈവം പ്രകാശമായിട്ട് വരുമെന്നൊക്കെ. ഇനിയിപ്പോൾ ഞാനൊത്തി ഇനി അങ്ങനെ വല്ലതും ആണോ, ദൈവമേ എൻ്റെയും ദൈവത്തിൻ്റെ അനുഗ്രഹം വല്ലതും എനിക്ക് കിട്ടുന്നതായിരിക്കും എന്നിട്ട് ഞാൻ ചുറ്റുപാടും ഒന്ന് നോക്കി കേട്ടോ. നോക്കിയപ്പോഴേ അക്കരെ മലയ്ക്ക് തീ പിടിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ കാർച്ചയും കൂച്ചയും അതുപോലെ തന്നെ ഫയർഫോഴ്സായി വെള്ളമൊഴിക്കലായി അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും മൊത്തത്തിൽ അറിയുമല്ലോ. ഇത് ഒരു മനുഷ്യൻ പോലും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ തന്നെ ഇപ്പോഴാണ് അറിയുന്നത്, ഇത് കാണുമ്പോൾ അറിയുന്നത് കേട്ടോ. അക്കരെ യോഹന്നാൻമേടിന് തീ പിടിക്കുന്ന കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മറ്റേ ഡാം വ്യൂ ഒക്കെ കണ്ടില്ലേ, നല്ല അതിമനോഹരമായിട്ടുള്ള സ്ഥലം എന്നൊക്കെ ഞാൻ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നു. ആ സ്ഥലമാണ് കേട്ടോ ഇപ്പം നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണല്ലേ. നോക്കി എന്തോ കാട്ടുതീ കയറിയതാണെന്ന് തോന്നുന്നത്. ഇതിപ്പോൾ എന്താ സംഭവം, ഒറ്റ മനുഷ്യരുടെ അനക്കം എന്താണെങ്കിലും കേൾക്കുന്നൊന്നുമില്ല, ആരുടെ ഒരു ഒച്ചയോ ഒന്നും കേൾക്കുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവുമോ എന്താണെന്നൊന്നും അറിയത്തൊന്നുമില്ല. എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഞാനിങ്ങനെയൊക്കെ ഈ തീ കയറുന്നതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇവിടെയുള്ളവരൊക്കെ ഈ സ്ഥിരം ഇത് കാണുന്നത് കൊണ്ടേ ഇതൊന്നും വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ലായിരിക്കാം. ഇപ്പോൾ എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല. ഇപ്പം കറക്റ്റ് വിവരം അറിയണമെങ്കിൽ നാളെ രാവിലെ ആകാതെ ഒരു വിവരം അറിയാൻ പറ്റില്ല. കാരണം നമ്മുടെ കയ്യിൽ വിളിച്ചു ചോദിക്കാൻ ആരുടെയും നമ്പരോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.